നമ്മൾ ഇന്നതേ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവാട്ടോ. ഏകദേശം ഒരു 5-6 ദിവസം നമ്മൾ കണ്ണൂരിൽ നിന്ന് ശേഷം ആട്ടോ നമ്മൾ ബാംഗ്ലൂരിൽ പോകുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ട് പോകുമ്പോൾ തന്നെ, കാരണം നോറ നോക്കി അവനും ഫ്രഷ് ആവാനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തു. കാരണം ഇപ്പോഴത്തെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് നോറയാണല്ലോ. അങ്ങനെ ഇതേ നോറയും എല്ലാവരും കൂടി ഫ്രഷ് ആയിട്ട് നമ്മൾ ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ട് 8 മണിക്കായിട്ട് നമ്മൾ ഇറങ്ങുന്നത് തന്നെ. കണ്ണൂരിൽ നിന്ന് ഏകദേശം ഒരു 5-6 മണിക്കൂറിൽ കേട്ടോ ബാംഗ്ലൂർക്ക്. പക്ഷേ ഈ പോകുന്ന വഴി അതുപോലെ തന്നെ ചുരമൊക്കെ ഭയങ്കര ക്ഷീണം പിടിക്കൂട്ടോ. അതുകൊണ്ട് നമ്മൾ നോറേനായിട്ട് പോകുമ്പോൾ മെല്ലെ മെല്ലെ അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടാട്ടോ പോകുന്നത്. പിന്നെ നോറയ്ക്കാണെങ്കിലോ കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ചെറിയൊരു ടെൻഡൻസി ഉണ്ട് വോമിറ്റിങ്ങിൻ്റെ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഞാൻ അവളെ മാക്സിമം ഉറക്കുക ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളിത് ചുരമൊക്കെ കയറി കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴോ നോറയ്ക്ക് ഇത് കളിക്കാനൊക്കെ ഒരു കൂട്ടം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പോകുമ്പോൾ നോറനായിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോൾ നോറയ്ക്ക് ഏതെങ്കിലും കൂട്ടുകാരനെ കിട്ടും കേട്ടോ. ഈ പ്രാവശ്യം കിട്ടിയത് ഈ മോളെയാട്ടോ. അങ്ങനെ അവളുടെ അടുത്തത് ഇവള് ഭയങ്കര കുശലം പറയലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവളൊരു ഉമ്മ ചോദിച്ചാണ്. ചില സമയത്ത് നോറ ഉമ്മ ചോദിച്ചാലൊന്നും കൊടുക്കൂല. അങ്ങനെ നോറയ്ക്ക് വിശന്നിട്ടാണോന്ന് അറിയില്ല, നോറ വന്നത് എൻ്റെ ടേബിളിന് മുകളിൽ ഇരുന്നു കേട്ടോ. ഞാനാണെങ്കിലും പൂരിയും മസാലയും അതുപോലെ തന്നെ ജയ്സാട്ടൻ പത്തിരിയൊക്കെ ആയിട്ട് ഓർഡർ ചെയ്തത്. അങ്ങനത്തെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടോ. അവളും കഴിച്ചു. ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ. കേരളം വിട്ട് കർണാടക എത്തിക്കഴിഞ്ഞാൽ മഴ എന്ന് പറയുന്നത് കുറവാട്ടോ. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു 10-10:30 കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഭയങ്കര വിശപ്പന്നെ ഉണ്ടായിരുന്നു. കാരണം 8 മണിക്ക് ഇറങ്ങിയതല്ലേ, രാവിലെ ആണെങ്കിൽ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ഇതേ നോറതേ അവളെ നോക്കാൻ പോവാട്ടോ, ആ കൂട്ടുകാരിനെ. പക്ഷെ അവള് പോയി. അങ്ങനെ അവളും ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. ഇതേ നോറും നമ്മളെല്ലാവരും ഇതേ കാറിൽ കയറിയിട്ടാ. നോറയ്ക്കാണെങ്കിലോ ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ആ കൂട്ടുകാരിയെ കണ്ടുമുട്ടിയിലായിരിക്കും. പിന്നെ ഞാനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ മാപ്പൊക്കെ നോക്കൂട്ടോ. ഈ കിലോമീറ്റർ കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ എത്രയായി എന്നുള്ളൊരു സന്തോഷാട്ടോ. അങ്ങനത്തെ 2-2.5 മണിക്കൂറിന് ശേഷം നമ്മൾ ഒന്നും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. കാരണം കാറിൽ നിന്ന് മുഷിഞ്ഞിട്ടും പിന്നെ ഓരൊക്കെയാണെങ്കിൽ ബോറടിക്കൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടോ ഇടയ്ക്ക് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങണേ. അങ്ങനെ പിന്നെയും നമ്മൾ കാറിലൊക്കെ കയറിയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നോറ ചെറിയ ഉറക്കമൊക്കെ ഉറങ്ങി. ഇപ്പോൾ അവൾ ഉറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു പോസിലായിട്ട് ഉറങ്ങണം. ഞാൻ ഇടയ്ക്ക് നോക്കും മൂക്ക് എവിടെ. അങ്ങനെ അവൾ ഉറങ്ങിയിട്ട് പിന്നെ നോക്കുമ്പോൾ ജയ്സാറിന് ചെറിയൊരു ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ നമുക്ക് കരിക്ക് കുടിക്കാൻ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ആട്ടോ ഇറങ്ങിയത്. അപ്പോഴേക്കും നോറയുടെ ഉറക്കമൊക്കെ വേഗം തന്നെ പോയി. കാരണം കരിക്ക് എന്ന് പറഞ്ഞാൽ നോറയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ കരിക്ക് കുടിക്കാൻ ഇറങ്ങിയ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നല്ല പാടും അതുപോലെ തന്നെ നല്ല കാറ്റും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനും നോറയും ചെറിയൊരു കരിക്ക് കൂടി മത്സരം വെച്ചാട്ടോ. പക്ഷെ ഞാൻ തോറ്റുപോയി. കാരണം നോറ അത്രയും കുടിക്കൽ തന്നെയായിരുന്നു കരിക്ക്. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ വയറ് നിറഞ്ഞായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ പോണ വഴിക്കതേ ഒരു പശുവിനെ കണ്ടുട്ടാ. അപ്പോൾ ജയ്സേട്ടൻ വണ്ടി സൈഡിൽ നിർത്തിയിട്ടാ. കാരണം നോർക്ക് ഈ പശു പട്ടി പൂച്ചയൊക്കെ ഭയങ്കര ഇഷ്ടട്ടാ. ഇപ്പം എന്ന് പറയുന്നത് അവൾ അവരുടെ പോലെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കട്ടെ, സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. അതാണ് ഇപ്പം ഈ കാണിക്കുന്നത്. അങ്ങനെ മാപ്പ് നോക്കി ഏകദേശം നമ്മൾ ബാംഗ്ലൂർ എത്താറായിട്ടാ. 1 മണിക്കൂറല്ലോ ഇനി യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തിയതും നമ്മുടെ ഈ റൂമൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷാട്ടോ, അത്രയും ദൂരം യാത്ര ചെയ്തിട്ട്.